പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവമക്കളുടെ മുന്നിൽ വിശുദ്ധ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി എനിക്ക് നിൽപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിലൊരുക്കി വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്കൊത്തിരി സന്തോഷമാണ് ഇവിടെ ആയിരിക്കുമ്പോൾ. ബിക്കോസ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. എന്ത് പറയണം, എങ്ങനെ പറയണം, കർത്താവെ എൻ്റെ വായാൽ ഒന്നും വീരരുത്, അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തോട് പറയാൻ ഇടയാകണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു വന്നു. ഇവിടെയും എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം നിൽക്കുന്നുണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു എന്നോട് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പേ ബ്രിഞ്ചിത ചേച്ചൻ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് തരണമെന്ന്. പക്ഷേ അന്ന് ഞാൻ ഭയങ്കര ആവേശത്തിൽ പിന്നെന്താ പറയാമെന്ന് പറഞ്ഞെങ്കിലും എന്ത് പറയണം, എന്തിനെപ്പറ്റി പറയണം, അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്നൊരു വലിയ ധാരണയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് പറയും, എന്ത് പറഞ്ഞാലും അതൊരിക്കലും മാനുഷികമായ രീതിയിൽ എനിക്ക് പറയാനാകരുത്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം പറയാൻ അങ്ങ് എന്നെ ബലപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് ദൈവം ഇടപെട്ടൊരു കാര്യമാണ്, പ്രത്യേകിച്ച് യൂത്തിൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവിനെ പറ്റി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ എന്താണെന്നും, ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ല. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? ഞാനിത് ദൈവത്തോട് ചോദിച്ച് എന്നോട് ദൈവം സംസാരിച്ചൊരു വചനമുണ്ട്, ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമർ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ആമേൻ, പ്രൈസ് ഗോഡ്. ഈ വാക്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡത്തിൻ്റെ സ്വഭാവമുള്ളവരാലല്ല സ്വഭാവമുള്ളവരത്രേ. ആമേൻ. ഇതിൽ നിന്ന് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, നമ്മൾ ജഡത്തിൻ്റെ സ്വഭാവമുള്ളവരിൽ നിന്ന് വിട്ടുമാറി ആത്മാവിൻ്റെ സ്വഭാവത്തിലേക്ക് വഴിതിരിഞ്ഞു പോകാൻ നമ്മൾ ഇടയായിത്തീരും. എന്താണ് ആത്മാവിൻ്റെ സ്വഭാവം? നമുക്കെല്ലാവർക്കും അറിയാം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്. 9 ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ദയ. ഈ പറഞ്ഞ 9 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇതാണ് ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൽ നടക്കുന്നവരെന്ന് ബാക്കിയുള്ള ജഡപ്രകാരമുള്ളവർ നമ്മളെങ്ങനെ തിരിച്ചറിയേണ്ടതെന്നറിയോ? ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ ധരിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയണം. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ചവർ കാണാം, ഒരുപക്ഷെ നമ്മളെ നേരെ നോക്കി കുറ്റം വിധിച്ചവർ കാണാം, ഒരുപക്ഷെ നമുക്ക് അവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ അസർബൈജാനിൽ എനിക്ക് എൻ്റെ 2023 പോയത്. സെപ്റ്റംബറിൽ, ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. എനിക്ക് തിരിച്ച് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും ഒരു ഒറ്റപ്പെടലിൻ്റെ നടുവിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. ആ സമയങ്ങളിൽ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ എന്നെ കുറ്റം വിധിച്ചവരുണ്ട്. പക്ഷെ അവരോട് ക്ഷമിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെ നമ്മൾ ധരിച്ച് നടക്കണം എന്നാണ്. ആ ഫലങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. പക്ഷേ ആ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടാണ് MBBS പഠിക്കാൻ പോയത്. എന്നോട് ആൻറ്റിയാണ് പറഞ്ഞത് അസർബൈജാനിൽ തന്നെ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ പോവുകയും ചെയ്തു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നടന്നിട്ട് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ദൈവത്തോട് വീണ്ടും പിറുവിറുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ, ഞാൻ നിൻ്റെ വാഗ്ദത്തം കേട്ടിട്ട്, അങ്ങയുടെ വാഗ്ദത്തം കേട്ട് ഞാൻ വന്നിട്ടും ഇങ്ങനൊരു പ്രതിസന്ധിയിലാണല്ലോ എന്നെ കൊണ്ടിട്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഒറ്റപ്പെടലിലാണല്ലോ എന്നെ കൊണ്ടിട്ടത്, എനിക്ക് മുന്നോട്ടിനി എങ്ങനെയെന്ന് അറിയത്തില്ല, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എന്നെ തള്ളിക്കളഞ്ഞല്ലോ, നീ എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ എന്ന്. അന്ന് എന്നോട് ദൈവം വ്യക്തമായി ഇടപെട്ടൊരു വാക്യമാണ് യോഹന്നാൻ 14-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. എൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആമേൻ, പ്രൈസ് ഗോഡ്. ഇതിൽ നിന്ന് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ദൈവം സംസാരിച്ചൊരു കാര്യം, നീ എവിടെ പോയാലും നീ ഒറ്റയ്ക്കല്ല ദൈവപതിലെ, നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു യേശുപ്പച്ചൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയാൽ തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു വലിയ വാഗ്ദത്തം, വലിയൊരു പ്രോമിസാണ് ഈ പരിശുദ്ധാത്മാവ് എന്നത്. അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, നമ്മൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നമുക്ക് എല്ലാവർക്കും ദൈവം തന്ന വലിയ എൻ്റെ ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് പരിശുദ്ധാത്മാവ്. കാരണം ആ സാഹചര്യങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്ന്, എൻ്റെ മമ്മിയൊക്കെ എൻ്റെ കൂടെ ഫോണിലൂടെ സംസാരിക്കത്തേ ഉള്ളൂ. ഫിസിക്കലി എന്നെ ഒന്ന് താങ്ങാൻ ആരുമില്ല എൻ്റെ കൂടെ. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് സംസാരിച്ചൊരു പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കൂടെ കരഞ്ഞൊരു ദൈവം, എൻ്റെ കണ്ണുനീരൊപ്പി അവരുടെ മുന്നിൽ ഇന്നും എന്നെ മാനിക്കും. ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ വന്നത് എൻ്റെ അനുഗ്രഹത്തിനായിരുന്നു. കാരണം ചില ബന്ധങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടു മാറിയാലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ ദൈവമക്കളെ. ചിലരെയൊക്കെ നമ്മൾ മനഃപൂർവ്വമായി മാറ്റി നിർത്തണം. ചില ജഡങ്ങളോട് നമ്മൾ പോരാടണം. അവരൊരിക്കലും ബ്യൂല എന്ന വ്യക്തിയെ കണ്ടതുകൊണ്ടല്ല, ഈ അടുത്തിടയ്ക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണ്, അവരൊരിക്കലും ബ്യൂല എന്ന വ്യക്തിയോടല്ല പോരാടിയത്. ബ്യൂലയുടെ ഉള്ളിലെ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് അവരെന്നോട് പോരാടിയത്. ആ ക്രിസ്തുവിൽ നിന്ന് തന്നെ അവരുള്ളിലെ ദുഷ്ടപിശാചിനെ കണ്ട് നിനക്കെന്നെ തൊടുവാൻ കഴിയില്ലെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയണം. ആ പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കൊരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ചേച്ചിമാരും അച്ചച്ചമാരും ഒക്കെ ആരാധിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇവർ ആരാധിക്കുന്ന സമയത്ത് വന്ന് ഇവരോട് അന്യഭാഷ പറഞ്ഞു കൊടുക്കുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നൊരു വലിയൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ചർച്ചിലൊരു 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മിറാക്കിൾ ആദ്യമായിട്ട് നടന്നൊരു വർഷമായിരുന്നു അന്ന് ഞാൻ 8th പഠിക്കുന്ന സമയത്ത്. ഈ 7 ദിവസം ഉപവാസ പ്രാർത്ഥന എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു, 7 ദിവസവും പൂർണ്ണമായി ഉപവസിക്കാമെന്നൊരു തീരുമാനം എടുത്തു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പൂർണ്ണമായിട്ട് 7 ദിവസം ഉപവസിക്കുന്നത്. അത് അന്നായിരുന്നു. അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഉപവസിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് ഞാൻ പൂർണ്ണമായിട്ട് തീരുമാനം എടുത്തു, ഞാൻ അങ്ങനെ ഉപവസിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഉപവസിക്കുന്നതിന് 3-ാം ദിവസം ഞാൻ ചെറുതിലേ മുതലേ ദൈവത്തെ അറിഞ്ഞ് സഭകളിലൊക്കെ പോയ വ്യക്തിയാണെങ്കിലും ആ 3-ാം ദിവസമാണ് ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇടയായി തീർന്നത്. ചില ഉപവാസങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കേട്ടോ. ആ 3-ാം ദിവസത്തിൻ്റെ വൈകുന്നേരമാണ് ഞാൻ അഭിഷേകത്തിൽ അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, യേശു കർത്താവിനെ രക്ഷിതാവായി എന്ന് നമ്മൾ സ്വീകരിക്കുന്നു, യേശു കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ നമ്മൾ എന്ന് തീരുമാനിക്കുന്നു, ആ നിമിഷം മുതൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു നല്ല സുഹൃത്തുണ്ട്. ആ സുഹൃത്താണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. ഏത് കഷ്ടങ്ങളിലും ഏത് പ്രതികൂലങ്ങളും ഏത് ഒറ്റപ്പെടലുകളിലും ഏത് വേദനകളിലും ഇനി സന്തോഷത്തിലാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ ആ പരിശുദ്ധാത്മാവിനെ കഴിയും. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ചലിക്കാൻ തുടങ്ങിയ എൻ്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, പക്ഷെ പലപ്പോഴും പരിശുദ്ധാത്മാവിനൊപ്പം നടക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതാണ് എനിക്ക് ആ ഒരു 3 മാസത്തിൽ വന്ന എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായിരുന്നു ജഡപ്രകാരമുള്ള ചില കൂട്ടുകെട്ടുകളും ഒക്കെ ആയിരുന്നു എന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിച്ച്. എന്താ ഞാൻ പറഞ്ഞേ, ഇന്ന് ഓർക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് എത്രയോ അനുഗ്രഹമാണ്. അന്ന് ഞാൻ കുറച്ച് വേദനിച്ചെങ്കിലും, അന്ന് ഞാൻ കുറച്ച് കരഞ്ഞെങ്കിലും, ഇന്ന് എൻ്റെ ദൈവം അവരുടെ മുന്നിൽ എന്നെ മാനിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരില്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ്, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഒരു യേശു അപ്പച്ചൻ തൻ്റെ ശിഷ്യന്മാരെ വിട്ട് മടങ്ങിപ്പോകുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയായാലും എല്ലായിടത്തും ഭൂമിയുടെ ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ, പ്രൈസ് ഗോഡ്. ഈ വാക്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ആ പരിശുദ്ധാത്മാവിനുള്ള ആ ശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ വാഗ്ദത്ത രാജ്യങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ നമുക്കിടയായി തീരും.
വെറുതെ ഒരു രാജ്യത്ത് പോയി വെറുതെ നമുക്കൊന്നും ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഇപ്പം കൂടെ എനിക്കിവിടെ വെറുതെ നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കയറത്തില്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വരണം, എങ്കിലേ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത് കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ എന്നിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ദൈവത്തിന് പൂർത്തിയാക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ ഇടയായിത്തീരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ഇതായിത്തീരാൻ ഇടയായിത്തീരണം. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഈ ശക്തി ആ വരുന്ന സമയത്ത് മാത്രം നിർത്തിപ്പോകാനുള്ളതല്ല, അതിനെ നമ്മൾ പുഷ്ടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും ഫോണുണ്ട്, എനിക്കും ഫോണുള്ളൊരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും ഫോണ് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചാർജൊക്കെ തീർന്നു പോകും. ഇത് പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാർജ് ചെയ്താലേ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ആത്മീയ ജീവിതം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ബൈബിൾ വായിച്ച് ഇന്ന് പ്രാർത്ഥിച്ചെന്നും പറഞ്ഞാൽ അടുത്തൊരു മാസം വരെ നമുക്ക് അതിൽ നിൽക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും ആത്മാവിൽ നമ്മൾ ആരാധിക്കണം, എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ ധ്യാനിക്കണം, എങ്കിലേ ദൈവത്തിന് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ജഡങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോരാ, ഇതൊന്നും പോരാ. അതിനേക്കാൾ അധികമായി ബൂസ്റ്റ് ചെയ്ത് പോയാലേ നമുക്ക് ജഡങ്ങളിലേക്ക് എത്തി അവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ്, വേറൊരു കാര്യം, പരിശുദ്ധാത്മാവ് ജീവൻ്റെ ഉറവിടമാണ്. അത് ബൈബിളിലെ ഒരു വാക്യത്തിൽ സഖറിയാവ് 4-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്: സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ ഞാൻ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. ആമേൻ. പ്രൈസ് ഗോഡ്. സൈന്യത്താലോ ശക്തിയാലോ ഒന്നും നമുക്കൊന്നിനെ നേടുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മുടെ മേൽ വന്നാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇരുന്നാൽ, ആ ആത്മാവിൻ്റെ കൂടെ നടക്കാൻ നാം തയ്യാറാണെങ്കിൽ അതിലൂടെ നമുക്ക് സകലത്തെ നേടുവാൻ ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. നമ്മൾ ചലിക്കേണ്ടത് ആത്മാവിലായിരിക്കണം. ജഡപ്രകാരമുള്ള ഇഷ്ടങ്ങളെയൊക്കെ ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വം മാറ്റി വെക്കണം, ചിലരൊക്കെ മനഃപൂർവ്വം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റണം. ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ മനഃപൂർവ്വമായി നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റണം. ഇന്ന് യൂത്തിനൊന്നും അത് പറ്റത്തില്ല. ഞാൻ എന്നെയും കൂടെ ചേർത്താ പറയുന്നത് കേട്ടോ, നിങ്ങളെ ആരെയല്ല, എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. ഞാനും ഒരു യൂത്താണ്, ഞാനും വേറൊരു രാജ്യത്ത് പഠിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ചില ഇഷ്ടങ്ങളും ചില ആഗ്രഹങ്ങളും മാറ്റി വെച്ചാലേ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ശോഭിക്കത്തുള്ളൂ. അങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കരുത് പകുതി കൺട്രോൾ ഞാൻ എടുക്കാം, പകുതി പരിശുദ്ധാത്മാവ് അങ്ങ് എടുക്കട്ടെ എന്ന് വിചാരിക്കരുത്. മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവിന് അങ്ങ് കൊടുക്കണം. മുഴുവൻ കൺട്രോളും കൊടുത്താണ്ടല്ലോ പിന്നെ ഒരു വ്യത്യസ്ത ആളെ പോലെ, അതായത് ഇന്നലകളിൽ ചിലർ നമ്മളെ വിലയിട്ടില്ലേ, അതിലപ്പുറമായി അവർ പോലും നമ്മളെ സ്നേഹത്തോട് ആ മാർവോട് ചേർക്കുന്നവരായി നമ്മൾ മാറുവാൻ ഇടയായിത്തീരും. പക്ഷേ അതിന് പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ ഇടയായിത്തീരണം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി പരിശുദ്ധാത്മാവിന് കൊടുക്കുവാൻ ഇടയായിത്തീരണം. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ഇടയായിത്തീരണം. ഞാനൊക്കെ പണ്ട് ചെയ്യുന്ന എന്നും പ്രാർത്ഥിക്കും, എന്നും ബൈബിൾ വായിക്കും, പക്ഷേ ആത്മാവിൽ ആരാധിക്കുന്നൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനല്ല, നമ്മൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ആത്മാവിനെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഇടയായിത്തീരണം. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് ദൈവം സംസാരിച്ച 2 കാര്യങ്ങൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിനോട് സംസാരിക്കുവാൻ നാം തയ്യാറായിത്തീരണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഇന്നത്തെ കാലത്ത് ആർക്കും അതിന് സമയമില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും സമയമാണ്, പിന്നെ അങ്ങ് ക്ഷീണമാണ്. പ്രാർത്ഥിക്കാൻ ക്ഷീണവാ, ബൈബിൾ വായിക്കാൻ ക്ഷീണവാ, എല്ലാത്തിനും അങ്ങ് ക്ഷീണവാ. ദൈവത്തോട് സംസാരിക്കാൻ നാം തയ്യാറാണ്. നമുക്കെങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത്? ഏറ്റവും സിംപ്ലസ്റ്റ് വേ ദൈവത്തോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും സിംപ്ലസ്റ്റ് വേ പ്രാർത്ഥനയാണ്. ഇന്ന് പ്രാർത്ഥിക്കാനൊന്നും ആർക്കും സമയമില്ല, എല്ലാവർക്കും ജോലി തിരക്കും അതും പഠിത്തവും കാര്യങ്ങളൊക്കെ. പക്ഷേ ദൈവത്തോട് നമ്മൾ സംസാരിക്കണം, അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ഇപ്പം ദൈവത്തോട് മാത്രം നമ്മൾ സംസാരിച്ചാൽ പോരാ, ദൈവം പറയുന്നത് കേൾക്കാൻ നാം തയ്യാറായിത്തീരണം. ഇപ്പം ഞാൻ എമി ചേച്ചിയോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോകുന്ന മര്യാദയാണോ?
ഒരിക്കലും അല്ല. എമ്മി ചേച്ചിക്ക് തിരിച്ച് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാനും ഞാൻ ബാധ്യസ്ഥയാണ്. എന്ന് പറഞ്ഞല്ല, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് നമ്മൾ പറഞ്ഞാൽ പോരാ. നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഓരോ വ്യക്തികളെ നേടാൻ വേണ്ടി, ഓരോ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ദൈവം പറയാനുള്ളത് എന്തെന്ന് കേൾക്കാൻ നാം തയ്യാറായി തരണം. നമുക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നേ? ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചു, എടി എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, നിങ്ങളെ ആരാധിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒന്നുണ്ട്, ബൈബിൾ ധ്യാനിക്കണം, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം എൻ്റെ ടെസ്റ്റ് മണി എന്താണെന്ന്. ഞാൻ 12th പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 1.5 month, ഞാൻ 12th പഠിക്കുമ്പോഴാണ്, 1.5 month ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പക്ഷേ ആ സമയത്താണ് ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ ഒരിക്കലും മറക്കില്ല, അന്ന് അങ്കിളും ആൻറ്റിയും അവിടെ വന്നത്. ദൈവം അയച്ചതുപോലെ അവർ നാട്ടിൽ ഒരു സാധ്യതയില്ല അവർ വരാൻ, പക്ഷേ ദൈവം അവരെ എനിക്ക് വേണ്ടി അയച്ചതുപോലായിരുന്നു അവരവിടെ വന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ 6th floor 605 ആണ് എൻ്റെ റൂം നമ്പർ. അവിടെ അങ്കിളും ആൻറ്റിയും വന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സ്, എൻ്റെ പപ്പ ഉൾപ്പെടെ എല്ലാവരും പുറത്ത് നിർത്തി എനിക്ക് വേണ്ടി അങ്കിളും ആൻറ്റിയും പ്രാർത്ഥിച്ചു. എൻ്റെ ലൈഫിൽ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ആ പ്രാർത്ഥന തീരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിന് എന്തോ വലിയൊരു ഭാരം എന്നെ വിട്ടുപോകുന്ന പോലെ എനിക്ക് ഫീൽ ആവാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. അന്നാണ് ഞാൻ ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അല്ലെങ്കിൽ എന്നോട് ദൈവം സംസാരിച്ചൊരു ബൈബിൾ വചനത്തിലൂടെയാണ്. യെശയ്യാവ് 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ചില പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയാലേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നിന്ന് പിറുപിറുക്കരുത്. ആ സമയത്ത് കർത്താവേ നീ ഇത് ചെയ്തല്ലോ, ഞാൻ അങ്ങനെ ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് പറയുക, അങ്ങനെ പിറുപിറുക്കുന്നതിന് പകരം നമ്മൾ ആ പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പിറുപിറുക്കത്തില്ല. കാരണം നമുക്കറിയാം ഈ സങ്കടം വന്നത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വന്നത് എന്നെ പണിതെടുക്കാൻ, എന്നെ ഒന്ന് പൊന്നാക്കാനാ, ഈ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എന്നെ ഒന്ന് പണിയാൻ വേണ്ടിയാണെന്ന് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് ഇനി വരുന്ന പ്രതിസന്ധികളെ നോക്കി അതിൻ്റെ മുന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായി തരണം. പരിശുദ്ധാത്മാവിൽ അതിനെ നമ്മൾ കണ്ട്, കഴിഞ്ഞ ദിവസം എമ്മി ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിൽ അതിനെ കണ്ട് പ്രാർത്ഥിക്കണം. വരുന്നത് എന്താണോ അതിനെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഇറങ്ങാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഇന്ന് പ്രാപിച്ചിട്ട് പോകരുത്, വീണ്ടും വീണ്ടും ബൂസ്റ്റ് ചെയ്യണം. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഈ 2 കാര്യങ്ങൾ, അതായത് ഈ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതും ദൈവം നമ്മളോട് സംസാരിക്കുന്നതും കേൾക്കാൻ അങ്ങനൊരു ടൈം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ജീവൻ നദി പോലെ ഇറങ്ങാൻ ഇടയായിത്തീരും. ഒരു പക്ഷെ നമുക്കത് ഫീൽ ആയില്ലെങ്കിലും ജഡത്തിലുള്ളവർക്കൊരത് ഫീലാവും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഇവിടെ അസർബൈജാനിൽ പഠിക്കുന്നതാണ്. അവൻ ഹിന്ദുവാണ്. അവന് എല്ലാ എക്സാം ആകുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടി ഇന്ന വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേന്ന്, നിൻ്റെ മമ്മി വിളിക്കുമ്പോഴും പറയണേ ഇത് പ്രാർത്ഥിക്കാനെന്ന്. അതെന്തുകൊണ്ട് അവന് മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അതാ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, ഒരു പക്ഷേ മറ്റാരും കണ്ടില്ലെങ്കിലും ചിലരെയൊക്കെ ദൈവം പൊക്കും. എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ നാളെ അവരൊക്കെ എന്നെ ദൈവത്തെ അറിയുമെന്ന്, എന്നെ ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുമെന്ന്, എന്നെ ആ രാജ്യത്താക്കിയിരിക്കുന്ന അതിനാന്നൊരു വിശ്വാസ ബോധം എനിക്കുണ്ട്. അതിനു വേണ്ടി ഞാൻ ഇറങ്ങി തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇത് പറഞ്ഞ കൂടി ഞാൻ പറയാം, ഞാൻ ചെറിയൊരു മീറ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്ത്, ഞങ്ങളിപ്പോൾ ഒരു 7 സ്റ്റുഡൻസ് ഉണ്ട് അതിനകത്ത്. ഞാൻ വിശ്വസിക്കുന്നു മുൻപോട്ട് അത് പൂർത്തിയാകും. മുൻപോട്ട് അവിടെയുള്ള ചിലതിനെയൊക്കെ ദൈവം പിടിക്കും. ആ രാജ്യത്തിൽ നിന്ന് തന്നെ ചിലതിനെ ഉണർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ മേലൊരു അഭിഷേകത്തെ ദൈവം എൻ്റെ മേൽ പകരും. അതുപോലൊരു അഭിഷേകത്തെ നിങ്ങളുടെ മേലും ദൈവം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുപോലെ പരിശുദ്ധാത്മാവ്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ സഹായിയാണ്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് കഴിഞ്ഞേ വേറൊരു കൂട്ടുകാരനുള്ളൂ, അല്ലെ കൂട്ടുകാരേ ഉള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയ വരികളെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊന്നും ഈ സമയമൊന്നും പോരാ ദൈവമക്കളെ, എൻ്റെ സാക്ഷ്യത്തിൽ ഇതൊന്നും പോരാ. കാരണം അത്രത്തോളം ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്, അത്രത്തോളം ദൈവം എന്നെ നയിച്ചിട്ടുണ്ട്. ഈ പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ട് പോകാൻ ഇനി കഴിയണം. പരിശുദ്ധാത്മാവ് പറയുന്ന വചനങ്ങളെ കേട്ട് അതിനെ ധ്യാനിച്ച് ഓരോ ചുവടുകളും പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിൽ വെക്കുവാൻ നമ്മൾ അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റാരും പറയുന്നതല്ല നമുക്ക് കേൾക്കേണ്ടത്. ജഡപ്രകാരമുള്ള ഒന്നിനെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ശോഭിക്കണ്ടേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പം ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ഒരു സോൾജേഴ്സ് പോലെ.
ദൈവരാജ്യത്തിൻ്റെ പട്ടാളക്കാർ അല്ലെങ്കിൽ സോൾജേഴ്സാണ് നമ്മൾ. വെറുതെ നമ്മളെ ദൈവം അയച്ചേക്കുന്നതല്ല, വെറുതെ നമ്മൾ ദൈവത്തെ അറിഞ്ഞതല്ല. നമ്മളെ ദൈവത്തെ അറിഞ്ഞതാണോ? ഒരിക്കലുമല്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാ. എത്രയോ പേര് ദൈവത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷെ ദൈവം എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തില്ലേ? അപ്പം നമ്മൾ വെറുതെ ഇരിക്കാവോ? ദൈവം നമുക്ക് വേണ്ടി എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ചില ജഡങ്ങളെ, ചില ഇഷ്ടങ്ങളെ ഒക്കെ മാറ്റി വെക്കണം, എന്നാലേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ചില കൂട്ടുകാരോടൊക്കെ അത് പറ്റില്ല എന്ന് തന്നെ പറയാൻ നമുക്ക് കഴിയണം, എന്നാലേ നമുക്ക് നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പറയാൻ നാം തയ്യാറാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പോവല്ലേ. ഈ ഞാൻ പറഞ്ഞ പോലെ എന്നും ബൂസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും ആത്മാവിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടുന്നേലും ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന് ഒട്ടിച്ച് ഇവിടുന്ന് പൂർണ്ണ പരിശുദ്ധാത്മാവിൽ ആയിത്തീരുന്നവരായിട്ട് വേണം ഇന്ന് രാത്രി നമ്മളിരുന്ന് മടങ്ങിപ്പോകാൻ. പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും നമ്മുടെ കൺട്രോളിലാവാൻ ഇടയാക്കി തീരരുത്. പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാവാൻ നമ്മൾ ഇടയാക്കി കൊടുക്കണം. അങ്ങനെ തുറന്ന ചില വാതിലുകളൊക്കെ തുറക്കും, ചില വാതിലുകളൊക്കെ അങ്ങ് അടയും. കാരണം ദൈവത്തിനറിയാം ഏറ്റവും ഉചിതം ഏതെന്ന്. ദൈവത്തിനറിയാം നമുക്ക് തരേണ്ടത് എന്താണ്. ദൈവത്തിനറിയാം നമ്മുടെ കൈകളിൽ വന്നാൽ ഏതാ നല്ലത്, ഏതാ ചീത്തയെന്ന്, എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകണമെന്ന് ദൈവത്തിനറിയാം. അപ്പം ചില വാതിലുകൾ അടയുമ്പോൾ നിന്ന് കരയല്ല വേണ്ടത്. കർത്താവെ, ആ വാതിൽ അടച്ചതിന് നന്ദി പറയണം. ആ മറ്റു വാതിൽ തുറക്കുമ്പോൾ അതിന് നന്ദി പറയണം. കാരണം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഉചിതമായിട്ടേ ചെയ്യത്തുള്ളൂ. ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവവചനത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് നടക്കുക. ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കണം നമ്മൾ. ഇനി എനിക്ക് ജഡപ്രകാരം ഒന്നും വേണ്ട, ഇനി വേണ്ടതെല്ലാം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. വെറുതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പോവല്ലേ. ആ പരിശുദ്ധാത്മാവിനെ എന്നും ബൂസ്റ്റ് ചെയ്യണം. ആ പരിശുദ്ധാത്മാവിൽ എന്നും സഞ്ചരിക്കാൻ ഓരോ ചുവടുകളും പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ വെക്കുക നാം ഇടയാക്കി തീർക്കണം. ഇന്ന് രാത്രി ഈ നിമിഷം നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഞാൻ ഇരിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.